സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങുക, അതുപോലെ സ്വന്തമായിട്ട് ആ ഒരു ബ്രാൻഡിന്റെ അംബാസഡർ ആകുക എന്നൊക്കെയുള്ള ഒരു വലിയൊരു ഡ്രീം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഏകദേശം അറ്റത്തെത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇപ്പോഴേ ഇതൊക്കെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം റെഡിയാക്കിയിട്ട് എല്ലാ രീതിയിലും സെറ്റപ്പ് ആക്കിയിട്ട് ഒരു ബിസിനസ്സിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലോട്ടോ എൻട്രി ചെയ്യാനുള്ള ഒരു ചുറ്റുപാടില്ല. ചെറിയ രീതിയിൽ പറ്റാവുന്ന രീതിയിൽ വലിയൊരു ഡ്രീം ഇങ്ങനെ ഒന്ന് തുടങ്ങി വെക്കുകയാണ് ഇവിടെ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും വേണം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ കാറ്റ്മറാൻ ബിൽഡൊക്കെ ഏകദേശം ഒരു രൂപത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഷാഫ്റ്റും കാര്യങ്ങളും കിട്ടേണ്ട ഒരു താമസം വന്നുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ വേറെ ഒരു വലിയൊരു ഡ്രീം ഒന്ന് തുടക്കം ഇടാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ വരെ വന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ആലുവയിൽ നിന്ന് കയറി നേരെ ബാംഗ്ലൂർ എത്തി. ഫ്രണ്ടിനെ കൂട്ടി നേരെ ഇപ്പോൾ നമ്മുടെ ആ ഒരു സ്വപ്നത്തിന്റെ ഏകദേശം വക്കിലെത്തിയിട്ട് നിൽക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം എന്താ പരിപാടി എന്നുള്ളത്. കഴിഞ്ഞ ഒരു 3-3.5 കൊല്ലമായിട്ട് ഇതിന്റെ പുറകിലാണ്. ആ ഒരു നോർത്ത് ഈസ്റ്റ് ട്രിപ്പിലാണ് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നുന്നത്. നമ്മള് ഒരു ചെറിയ യൂട്യൂബറാണ്. നമ്മൾ അത്ര വലിയൊരു റവന്യൂ ഒന്നും യൂട്യൂബിൽ ജനറേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ യാത്രകൾ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നല്ലൊരു സ്പോൺസറെ കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ ഈ ഒരു കൂട്ടത്തിൽ സെയിൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു തോട്ട്. അപ്പോൾ അവിടുന്ന് കണ്ട് നമ്മൾ പെരുമ്പിലാവ് ഓഫീസ് എടുത്ത കാര്യം മുതൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. കുറേ നാൾ ഇതിൻ്റെ പുറകിലായിരുന്നു. ഇതിനെങ്ങനെ വർക്കൗട്ടാക്കി എടുക്കാം, നമ്മുടെ ഈ ഒരു യൂട്യൂബ് ലൈഫിൻ്റെ കൂടെ നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ ഒരു പർപ്പസ്ഫുള്ളി ഇനിയുള്ള യാത്രകൾ അങ്ങനെ ഒരു രീതിയിലോട്ടാക്കി എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നിട്ട്, അപ്പോൾ അതിനുവേണ്ടി കഴിഞ്ഞ 3-3.5 കൊല്ലമായിട്ട് കുറേ പരിശ്രമങ്ങൾ നടത്തി. ഓഫീസായിട്ടും ഇപ്പോൾ വീടെടുത്തതായിട്ടും ഒക്കെ ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ്. നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് ഇട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇത് സ്വന്തം ബ്രാൻഡ്, സ്വന്തം പ്രൊഡക്റ്റ്, സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങുക, അതുപോലെ സ്വന്തമായിട്ട് ആ ഒരു ബ്രാൻഡിന്റെ അംബാസഡർ ആകുക എന്നൊക്കെയുള്ള ഒരു വലിയൊരു ഡ്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏകദേശം അറ്റത്തെത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ മാർക്കറ്റ് ചെയ്യലും ഇതിനെ സെയിൽ ചെയ്യലും ഇത് നിങ്ങൾ സ്വീകരിക്കലൊക്കെയാണ് അടുത്തൊരു പ്രോസസ്സ്. ഒരു 180 GSM ഒരു പ്രീമിയം മെറ്റീരിയൽ ബയോ വാഷബിൾ ടീഷർട്ട്, അതിൻ്റെ ബ്ലാക്കും പിന്നെ വൈറ്റും ആണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുള്ളൂ. അതിനകത്ത് തന്നെ സ്മോള്, മീഡിയം, ലാർജ്, XL, XXL ഇത്രയും സൈസിൽ യൂണിസെക്സ് ഫിറ്റിലാണ് നമ്മുടെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ 499 ആണ് നമ്മുടെ പ്രൈസ് വരുന്നത്, ഇൻക്ലൂഡിങ് ഷിപ്പിംഗ്. ബാക്കി എല്ലാ കാര്യങ്ങളും പാക്കിംഗ് എല്ലാം സെറ്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ സാധനം എത്തിച്ചേരും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും കാര്യങ്ങളിലൊക്കെ മൂവിങ്ങും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ മൂവിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇനി കൂടുതൽ കളേഴ്സ് ആഡ് ചെയ്യാൻ, അതുപോലെ തന്നെ മറ്റു ഡിസൈനുകളും മറ്റു മെറ്റീരിയലുകളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. എൻ്റെ എല്ലാ പരിപാടികളും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് നിങ്ങൾ ഈ ഒരു വിഷയത്തിലും കൂടെ സപ്പോർട്ട് ചെയ്യണം. ഇതുവഴി വേണം നമുക്ക് നമ്മുടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറ്റ്മറാൻ ബിൽഡിങ് കംപ്ലീറ്റ് ചെയ്യാനും ആ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യാനും. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ടും കൂടിയാണ് ഇതുവഴിയാണ് എനിക്കിനി ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ കുറച്ച് ഫ്യൂച്ചർ പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു ഇച്ചിരി ഫണ്ട് ശേഖരിക്കേണ്ട കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു ഐഡിയയിലോട്ട് എത്തിയത്. സോ എല്ലാവരും ഡിസ്ക്രിപ്ഷനിലെ നമ്പറും കാര്യങ്ങളും നോക്കിയിട്ട് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം. ഇന്നേ ദിവസം തന്നെ തിരിച്ച് നാട്ടിൽ വന്നു. അനുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് പോയി തല കാണിച്ചു. അപ്പോൾ നേരെ അത് പോയ പോക്കിൽ തിരിച്ച് വന്ന് നിൽക്കുകയാണ്. നമ്മൾ സ്റ്റോക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ഇങ്ങോട്ട് എടുത്തിട്ടില്ല. ബാംഗ്ലൂരിനെ വെച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. കാരണം നമ്മുടെ വെയർ ഹൗസിൻ്റെ വർക്ക് ഏകദേശം പണി തീർന്നു വരുന്നേ ഉള്ളൂ. ഇനി ചെറുതായിട്ട് പെയിൻറ്റിങ്ങും മറ്റു കുറച്ച് ചില്ലറ പണികൾ കൂടി കഴിഞ്ഞാൽ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഇനി ഇവിടെ വെച്ചാണ് നമ്മുടെ ഇപ്പോൾ ഈ ചെയ്ത ഇപ്പോൾ പ്ലെയിൻ ടീഷർട്ട് ബ്ലാക്കും വൈറ്റും ഞാൻ കാണിച്ചു. കൂടാതെ കുറച്ചുകൂടി കളേഴ്സ് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ബാക്കി ഡിസൈനിങ്ങും ബാക്കി നമ്മുടെ ലേബലിങ്ങും നമ്മുടെ ബ്രാൻഡിങ്ങും വേണ്ട മറ്റു പാക്കിങ്ങും ഷിപ്പിങ്ങും എല്ലാം ഇവിടെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ കുറച്ച് പണിയിലാണ്. എന്തിനാണ് ഇപ്പോഴേ ഇതൊക്കെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം റെഡിയാക്കിയിട്ട് എല്ലാ രീതിയിലും സെറ്റപ്പ് ആക്കിയിട്ട് ഒരു ബിസിനസ്സിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലോട്ടോ എൻട്രി ചെയ്യാനുള്ള ഒരു ചുറ്റുപാടില്ല. ചെറിയ രീതിയിൽ പറ്റാവുന്ന രീതിയിൽ വലിയൊരു ഡ്രീം ഇങ്ങനെ ഒന്ന് തുടങ്ങി വെക്കുകയാണ് ഇവിടെ.
അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും വേണം. വരും ദിവസങ്ങളിൽ ഇത് നമ്മുടെ സാധനം ഏകദേശം ഈ ഒരു ഹൈറ്റിലാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു ഹാൻഡിലും കൂടി ഊരിയിട്ട് ഈ ഒരു ഹൈറ്റിൽ ക്യാമ്പ് ചെയ്യുമ്പോൾ കിടക്കാവുന്ന രീതിയിൽ സെറ്റാക്കി വെക്കണം. ഒരു ദിവസത്തെ കൂടി പണിയുള്ളൂ. ഷാഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സാധനം കൂടി പണിത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും നമ്മുടെ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. സോ എല്ലാത്തിനും കൂടെ വേണം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.